നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കുന്ന US കരട് പ്രമേയത്തിലെ UN രക്ഷാസമിതി വോട്ടെടുപ്പ് നടത്തുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. പാലസ്തീൻ രാഷ്ട്രത്തോടുള്ള ഇസ്രായേലിന്റെ എതിർപ്പിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലൂടെ ഹമാസിന് പ്രതിഫലം കൊടുക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് ഹമാസിന് ഗുണകരമാകുമെന്നും അത് ഇസ്രായേലിന്റെ അതിർത്തിയിൽ ഹമാസ് ഭരിക്കുന്ന ഒരു രാജ്യത്തിന് വഴിയൊരുക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. മറ്റ് ഇസ്രായേലി മന്ത്രിമാരും പാലസ്തീൻ രാഷ്ട്രത്തിനെതിരായ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പാലസ്തീൻ ഭീകര രാഷ്ട്രം സ്ഥാപിക്കാൻ രാജ്യം സമ്മതിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരൻ മുഹമ്മദ് അലി ഷുവൈബ് കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചു. പ്രദേശത്തെ നിരവധി ഭീകര അടിസ്ഥാന സൗകര്യങ്ങളും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഗ്രാമത്തിലെ ഹിസ്ബുള്ളയുടെ പ്രാദേശിക പ്രതിനിധിയായി ഷുവൈബ് സേവനമനുഷ്ഠിച്ചിരുന്നതായി IDF പറഞ്ഞു. സാമ്പത്തിക സൈനിക കാര്യങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പും ജനങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നതിന് ഷുവൈബ് ഉത്തരവാദിയായിരുന്നുവെന്നും ഭീകര പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ സ്വത്ത് പിടിച്ചെടുക്കാനും ഇയാൾ പ്രവർത്തിച്ചിരുന്നതായും സൈന്യം അറിയിച്ചു. തെക്കൻ ലെബനൻ പ്രദേശത്തെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുടെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടെത്തുന്നതിനും തകർക്കുന്നതിനും സൈന്യ പ്രവർത്തനം തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഐദറൂൺ പ്രദേശത്ത് നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഹിസ്ബുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങൾ തകർത്തതായും സൈന്യം അറിയിച്ചു. റൈഫിളുകൾ, കലാഷ്നിക്കോവ് തരം തോക്കുകൾ, മാഗസീനുകൾ, വെടിക്കോപ്പുകൾ എന്നിങ്ങനെ നിരവധി ആയുധങ്ങളും കണ്ടെത്തി നശിപ്പിച്ചതായി സൈന്യം അറിയിച്ചു. ഈ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള കരാറിന്റെ ലംഘനമാണെന്നും ഇസ്രായേൽ രാജ്യത്തിന് നേരെയുള്ള ഏതൊരു ഭീഷണിയും ഇല്ലാതാക്കാൻ IDF പ്രവർത്തനം തുടരുമെന്നും സൈന്യം അറിയിച്ചു. റഷ്യക്കെതിരെ കൂടുതൽ നടപടിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത റഷ്യയുമായി ഇനിയും വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കും കടുത്ത ഉപരോധം പ്രഖ്യാപിക്കാനുള്ള ബിൽ തന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ തയ്യാറാക്കുന്നതായി ട്രംപ് പറഞ്ഞു. 500% വരെ തീരുവ ചുമത്താനുള്ള ബില്ലാണ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. ബില്ലിൽ ഇറാനെയും ഉൾപ്പെടുത്തും. ഇതോടെ ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്കും ഉപരോധം വരും. ഇത്തരത്തിലൊരു ബില്ല് വരുന്നത് ശരിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. അതെ, ബിൽ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതു രാജ്യമായാലും റഷ്യയ്ക്കൊപ്പം വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിൽ ഗുരുതരമായ ഉപരോധം നേരിടേണ്ടി വരും. ഇറാനെയും ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്കെതിരെ ട്രംപ് 25% പിഴച്ചുങ്കം ഉൾപ്പെടെ മൊത്തം 50% ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. ട്രംപിന്റെ ഇരു നടപടികളും റഷ്യയെ സാമ്പത്തികമായി ഉലച്ചിട്ടുണ്ട്. ഇന്ത്യ ഏറെക്കുറെ റഷ്യൻ കമ്പനികളുമായി പുതിയ കരാറിൽ ഏർപ്പെടുന്നത് അവസാനിപ്പിച്ചിട്ടുമുണ്ട്. റഷ്യ വികസിപ്പിച്ച ബുറേവ്സ്നിക് ആണവ മിസൈൽ യൂറോപ്പിന് കടുത്ത സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നതായി പാശ്ചാത്യ സൈനിക കൂട്ടായ്മയായ നാറ്റോയിലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട്. നാറ്റോ പ്രദേശത്തിനെതിരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ റഷ്യയ്ക്ക് ശേഷിയുണ്ടെന്നും എന്നാൽ നടപടിയെടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളാണ് എടുക്കേണ്ടതെന്നും ജർമ്മൻ ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 ആഴ്ച മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ബുറേവ്സ്നിക് വിജയകരമായി പരീക്ഷിച്ചുവെന്നറിയിച്ചത്. ആണവ എഞ്ചിനിൽ പ്രവർത്തിക്കുന്നതിനാൽ ദീർഘകാലം ആകാശത്ത് തുടരാൻ മിസൈലിന് കഴിയും. മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലിന് നാറ്റോയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള കഴിവുണ്ട്. ശബ്ദാതിവേഗം ഇല്ല എന്നൊരു പോരായ്മ മാത്രമാണ് മിസൈലിനുള്ളതെന്നാണ് നാറ്റോയുടെ അനുമാനം. റഷ്യ വിജയകരമായി പരീക്ഷിച്ച പൊസൈഡ്രോൺ എന്ന ജല ഡ്രോണും വിനാശകാരിയാണ്. ഇതും ആണവ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും കടലിനടിയിൽ തുടരാൻ ഈ ഡ്രോണിന് കഴിയും. 2030 ഡ്രോൺ പ്രവർത്തനക്ഷമമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പുറത്താക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ അതിക്രൂരമായ അടിച്ചമർത്താൻ ഉത്തരവിട്ട കേസിലാണ് ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണലിന്റെ ഈ ചരിത്രപരമായ വിധി. വിധിയുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനമായ ധാക്കയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ പ്രധാനമന്ത്രിക്ക് മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നത്. വിധി പ്രഖ്യാപിക്കുമ്പോൾ ഹസീന രാജ്യം വിട്ട് ഒളിവിലായതിനാൽ അവരുടെ അഭാവത്തിലാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. കോടതി അവരെ പരമാവധി ശിക്ഷയ്ക്ക് അർഹയാണെന്നും നിരീക്ഷിച്ചു. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീന നേരിട്ട് ഉത്തരവിട്ടുവെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. നിരപരാധികളായ പ്രക്ഷോഭകർക്കെതിരെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വെടിയുതിർക്കുവാൻ നിർദ്ദേശം നൽകിയതുൾപ്പെടെയുള്ള 5 പ്രധാന കുറ്റങ്ങളാണ് ഹസീനയ്ക്കും മറ്റ് 2 പ്രതികൾക്കുമെതിരെ ചുമത്തിയത്. ഈ ആക്രമണങ്ങളിൽ ഏകദേശം 1400ഓളം പേർ കൊല്ലപ്പെട്ടു
കൊല്ലപ്പെട്ടതായാണ് UN റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധാക്കയിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവ് നിലവിലുണ്ട്. സൈന്യത്തെയും അതിർത്തി സംരക്ഷണ സേനാംഗങ്ങളെയും രാജ്യത്തുടനീളം വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി രാജ്യത്ത് അങ്ങിങ്ങായി ക്രൂഡ് ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദരിദ്രരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് നീതി ലഭ്യമാക്കുകയും ചെയ്യുന്ന അമ്മയാകുവാനാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് ലയോ 14 പാപ്പ. ദരിദ്രർക്കായുള്ള ആഗോള ദിനാചരണത്തോടനുബന്ധിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിച്ച് പ്രസംഗിക്കവെയായിരുന്നു പാപ്പയുടെ വാക്കുകൾ. തുടർന്ന് ദാരിദ്ര്യവും സാമൂഹിക അകൽച്ചയും അനുഭവിക്കുന്ന 1300-ലധികം പേരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ലയോ 14 പാപ്പ. പാവങ്ങൾക്കായുള്ള ആഗോള ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ പോൾ 6 ഹാളിലാണ് വിരുന്നൊരുക്കിയത്. വിൻസെൻഷ്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു വിരുന്നുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്. ഭക്ഷണം നൽകുക മാത്രമല്ല, ഓരോ അതിഥിക്കും സ്വാഗതത്തിന്റെയും പരിചരണത്തിന്റെയും അനുഭവം സൃഷ്ടിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. 2016 ദരിദ്രരോടുള്ള തന്റെ അനുകമ്പയുടെ പ്രതീകമായി ആഗോള ദരിദ്രർക്കായുള്ള ദിനം ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ക്രിസ്തുവിന്റെ രാജത്വ തിരുനാളിന് ഒരാഴ്ച മുൻപാണ് ആചരണം നടക്കുന്നത്. മെക്സിക്കോയിൽ വർദ്ധിച്ചു വരുന്ന അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങി ജെൻസി തലമുറ. പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് പ്രതിഷേധം. മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള അക്രമങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കുമെതിരെയാണ് പ്രതിഷേധം. കുറ്റകൃത്യങ്ങൾ തടയാൻ നടപടിയെടുക്കാത്ത പ്രസിഡന്റ് ക്ലാഡിയ ഷെയിൻബോം രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ശനിയാഴ്ച തലസ്ഥാനമായ മെക്സിക്കോ നഗരത്തിൽ പ്രക്ഷോഭകരും സുരക്ഷാ ഭടന്മാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 100 പോലീസുകാർ അടക്കം 120 പേർക്ക് പരിക്കേറ്റിരുന്നു. മെക്സിക്കോയിലെ മെക്കോവാക്കനിൽ മുനിസിപ്പാലിറ്റി മേയർ കാർലോസ് ആൽബർട്ടോ മൻസോർ റോഡ്രിഗസിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമായത്. മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച മേയറായിരുന്നു കാർലോസ്. നവംബർ 1 ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. മെക്സിക്കോയിലെ ഏറ്റവും അക്രമസക്തമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മൈക്കോവക്കാൻ. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.